ഇതിലെ 2020 രാജിവെക്കുന്നു. ചില പ്രശ്നങ്ങളാണ്. ജനാധിപത്യമില്ല പാർട്ടിയിലെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ പണം നൽകിയിട്ടില്ലെന്ന് പറയുന്നു. ഇതൊക്കെ ഉള്ളതാണോ? ആദ്യം ഇപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം ഈ പ്രദേശത്ത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നൊരു കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുരേഷ് ഗോപിയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഞാനും കൂടെ ചേർന്നുകൊണ്ട്, കാരണം ഇത് വഴിയില്ലാത്ത വസ്തുവായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ ബഡ്ജറ്റാണ്, എന്നാലും നല്ലൊരു വീട് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കേൾക്കേണ്ടി വരുന്നൊരു പഴിയെന്ന് പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേക രാഷ്ട്രീയക്കാരെ ആരെയും ഞാൻ വിളിക്കാതിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2020 ഞാൻ വരാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല മാധ്യമങ്ങളും UDFൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വിട്ടിട്ടുണ്ട്. അപ്പം കൊട്ടാരക്കരയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല, എൻ്റെ നാട്ടിൽ ഇന്നലകളിൽ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തിരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കോട്ടാത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കുകയും ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700ഓളം വോട്ട് ഒരു CPM കോട്ടാത്തലയിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. സമാനമായൊരു സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നതെന്ന് എനിക്ക് തോന്നി. സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം. ഐഷ പോറ്റി 4 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് ഐഷ പോറ്റിയെ കൊണ്ടുവന്നത് കോൺഗ്രസിനെ രക്ഷിക്കാൻ, അവിടെ നിന്ന് എന്നെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിനുവേണ്ടി അവർ ഐഷ പോറ്റിയുമായി നടത്തിയ ചർച്ചകൾ പലതും എനിക്കറിയാം. അപ്പോൾ രണ്ടായാലും അത് അങ്ങനെ സംഭവിച്ചു. ഐഷ പോറ്റി കൊട്ടാരക്കര വന്നു. ഇത്രയും വലിയ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചിട്ടും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പരാജയപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസ് അത്രയും ദുർബലമായതുകൊണ്ടാണ്. ഈ കോൺഗ്രസിൻ്റെ ദുർബലത, കോൺഗ്രസിനുള്ളിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായൊരു വോട്ട് അവിടെ പിടിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് NDAയുടെ പല ഏജൻസികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. 2020യുടെ ഭാഗമായിട്ട് തന്നെ ആദ്യം ബന്ധപ്പെടുന്നത് NDAയുടെ റാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു നാഷണൽ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏതൊരു ടീമിനെ ഏൽപ്പിച്ചതാണ്. പല പ്രാവശ്യം എന്നെയും മാനേജറെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ ഇയാളെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ഫെബ്രുവരി 5 ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ഏത് മണ്ഡലം അഖിലിന് നോക്കണം, അതായത് കൊട്ടാരക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലം നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് നിയമം നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തലശ്ശേരി ധർമ്മടം നോക്കിക്കോളൂ എന്നാണ്. കാരണം അവിടെ എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, സംഘടനാപരമായി ദൗർബലമുള്ള പ്രദേശത്തൊന്നും പോയി ചുമ്മാതെ ഭാവി കളയരുത്, കാര്യം നിങ്ങൾക്കൊക്കെ മറ്റ് മേഖലയിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാബു ജേക്കബ് എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ ഇതിന് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഞാൻ പല പ്രാവശ്യം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ആശയമായി ചേർന്ന് പോകുന്നതല്ല. ഞാനത് വ്യക്തിപരമായിട്ട് ശ്രീ VD സതീശന് ഞാൻ മെസ്സേജ് അയച്ചതാണ്. രാഷ്ട്രീയമായിട്ട്, അതായത് നമ്മൾ വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ കേവലം ഒരു NSS SNDP RSS മാത്രമാക്കി ചുരുക്കാതെ അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം കൂടെ നിങ്ങൾ തുറന്ന് കാണിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹം മെസ്സേജ് ഒന്നും അയച്ചില്ല. പക്ഷേ ഞാനിത് പറഞ്ഞത് ഇതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ എനിക്കൊരിക്കലും കോൺഗ്രസിൽ നിന്നൊരു സീറ്റൊന്നും ലഭിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ച് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് 2020യുടെ സ്വതന്ത്ര ചിഹ്നത്തിൽ കൊട്ടാരക്കര മത്സരിക്കാൻ ഉണ്ടാകുന്നൊരവസരം. 40,000 വോട്ടാണ് കൊട്ടാരക്കരയിൽ BJPക്ക് 2 നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നത്. അപ്പോൾ 40,000 വോട്ട് പഞ്ചായത്തിൽ കിട്ടിയ BJPക്ക് 2 നിയമസഭയിലും അത് 21,000-20,000 എത്തിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് BJPയുടെ വോട്ട് കൂടാതെ വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ അവിടെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഒരു മാന്യമായ പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ പക്ഷം കോൺഗ്രസിനെ 3ാം സ്ഥാനത്ത് എത്തിക്കാം, ഈ ഒരു ചിന്തയിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് സാബു ജേക്കബ് എനിക്ക് നൽകിയ ഓഫറും. ഡൽഹിയിൽ വെച്ച് ഫെബ്രുവരി 11 ഡൽഹിയിലാണ് ഞാനെന്നും ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് ഞങ്ങൾ മേടിക്കത്തുള്ളൂ. അഖിൽ 2020 വന്നെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് മേടിക്കൂ. കാര്യം കൊട്ടാരക്കരയിൽ അവർക്ക് ആളില്ല. കൊട്ടാരക്കരയിൽ നല്ല ഒരിടത്ത് അവർക്ക് ആളില്ല എന്നുള്ളത് പിന്നീട് ഞാൻ തൃക്കാക്കര വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ സീറ്റ് ഉറപ്പ് പറയുന്നു. ഫെബ്രുവരി 15 ശിവരാത്രി നോക്കണം, 15 16 ആണ്. ഞാൻ തലേ ദിവസം, എൻ്റെ നാട്ടിൽ ശിവരാത്രി ഉത്സവമാണ്, തലേന്ന് ഞാൻ പോകുമ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ശിവരാത്രിയുടെ വന്നതിന് ശേഷം ഞാൻ പറയുന്നു ഐ സ്റ്റാർട്ടഡ് മൈ ക്യാമ്പയിൻ എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം രശ്മി BJPയിലേക്ക് വരാൻ പോകുന്നു എന്നൊരു തീരുമാനം ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, രശ്മി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് മനസ്സിലായി. ഞാൻ പിന്നീട് ഫെബ്രുവരി 19 മറ്റോ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. നേരിട്ട് കണ്ട സമയത്ത് ഓഫീസിൽ നിന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം കാരണം പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ പറയുന്നു
ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട് നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25 രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എൻ്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥ് ഉണ്ടായിരുന്നു. പ്രതീഷ് വിശ്വനാഥിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴി ചാടിക്കരുത്, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, എന്താ അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ അവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം സാബു ജേക്കബും ഇങ്ങനൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തായാലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാര്യം അവർ രശ്മിക്കും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രശ്മിയെ കൊട്ടാരക്കര മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു മാന്യമായ സ്ഥലത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയം വരെയും 2020 ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് സാബു ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ സീറ്റ് 2020 അല്ല എന്നുണ്ടെങ്കിൽ ഇനി തൃക്കാക്കര സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങണം. കാര്യം ഒരു 10,000-ഓളം വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാം. സാബു ഒരു കാര്യം ചെയ്യും, ഞാൻ പല ഫ്ലാറ്റുകളിലെയും പല കെയർടേക്കർമാരെയും മാനേജേഴ്സിനെയും കണ്ടിട്ട് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിശബ്ദമായിട്ട് ഞാൻ പറയാം, തൃക്കാക്കരയിലാണ് ഇനി അവസാനം ഞാൻ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ മാക്സിമം നമ്മളിലേക്ക് ആൾക്കാരെ കൂട്ടാം, സംഘടന പ്രവർത്തനം നടത്താം. ഇയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. തൃപ്പൂണിത്തുറ സീറ്റിൻ്റെ കാര്യം ഞാൻ RSS നേതാക്കന്മാരെ കാണാൻ പോയ ദിവസം, ഞാൻ അവിടെ കാണാൻ പോകുന്ന അറിഞ്ഞ ദിവസം ഇങ്ങനെ അവിടെ ഓടിപ്പിടിച്ച് വന്നു. എൻ്റെ അപ്പുറത്ത് പുള്ളി വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലെ സാധ്യതകൾ ചോദിക്കുന്നു. ഞാൻ സാധ്യതകളും കാര്യങ്ങളും ഞാൻ എഴുതി അയക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് അങ്ങനെ 2020 അലോക്കേറ്റ് ചെയ്യുന്നു. BJP നേതാക്കന്മാർ എന്നോട് പറയുന്നത് അഖില തൃപ്പൂണിത്തുറ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മാർച്ച് 15 എന്നെ വിളിച്ച് പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം എന്നെ വിളിച്ച് പറയുന്നു, തൃക്കാക്കര സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എഴുതി വന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പൊട്ടനാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഈ ഡൽഹിയിൽ നിന്ന് തൃക്കാക്കര സീറ്റ് എഴുതി വരാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നവരാണോ 2020 ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? 2020 സീറ്റ് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പണിയല്ലേ BJPക്കുള്ളൂ. അത് നിങ്ങൾക്ക് തന്നു, തൃപ്പൂണിത്തുറ സീറ്റ് നിങ്ങൾക്ക് തന്നു. പക്ഷേ നിങ്ങൾ ആരെ മത്സരിക്കണോ നിങ്ങൾക്കല്ലേ തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്തുള്ള മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്? അതെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറയൂ. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ചോദിച്ചു, മറ്റേ കാഞ്ചി മഠാധിപതിയോ വല്ലോ എന്ന് മത്സരം, ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണെന്ന് മത്സരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. അതായത് ഭയങ്കര വേറെ അങ്ങനെ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്, എന്തൊക്കെ മരന്ന് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ സീറ്റ് നഷ്ടപ്പെട്ടു, തൃക്കാക്കരയിലാണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു അന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എൻ്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളുമൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാം എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് BJPക്കാർ ഉള്ളവരെൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോട്ടോ. ഞാൻ 2020 കാര്യമായി പറയുന്നത്. BJPക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് മാർച്ച്
ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശയായിട്ട് ഞാൻ വിട്ടിട്ടതാണ്. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ? ഒരു വർഷമായിട്ടുള്ളൂ. ഒന്നും തന്നില്ലേ? അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റേതായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റർ എൻ്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് ഒരു 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചിലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിലിട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചിലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചിലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ? ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചിലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചിലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ അത് ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചിലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറേ വിഷമിക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിട്ട് നിങ്ങൾ എന്നെ വെക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020 ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യൻ്റെ കിഡ്നി ഫെയിലിയറായി. അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാണ് ചെലവഴിച്ചതെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, ഇത് നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ്സുള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്ന ആളാണ്. അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് 40 കോടി രൂപയോളം BJPയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് ഇത് കൊണ്ടുവച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കെട്ടരുത്, നിങ്ങൾ ആരും ദയവ് ചെയ്തത് പറയരുത്. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000-5,000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാൻ്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവഗണന ഇത്രയും ഒരു ഒറ്റതിന് ശേഷമാണെന്ന് അവഗണന ചോദിച്ചു കഴിഞ്ഞാൽ 2020 എവിടെ ജയിച്ചത്? 2020 അങ്ങ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈസ ഇയാൾ സാബു എടുത്തെന്നാണോ അഖിൽ പറയുന്നത്?
ഈ BJP നേതാക്കൾ കുഴിച്ചിട്ടോന്നൊന്നും എനിക്കറിയത്തില്ല. BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ 40 കോടി രൂപ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വൈഫിൻ്റെ കുറേ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് ഗോൾഡിൻ്റെ ആൾ ചോദിക്കുകയാണ്, വൈറ്റ് ഗോൾഡിലാണ് ഞാൻ കൊണ്ട് വിറ്റത്. അപ്പോൾ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിലിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിലെ വലിയൊരു പ്രശ്നം ഈ സാബു ജേക്കബ് കയ്യിൽ നിന്നും പണം ഇറക്കുന്ന ആളാണ്. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം, ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലുങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചൊരു മനുഷ്യൻ പോയത്. പക്ഷേ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിട്ടരുതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹം. ഇത്രയും പ്രതിസന്ധി നേരിട്ടു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനിയും ആ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണോ അതോ അഖിൽ മാറാർ 2020 വിടുകയാണോ? അതിൻ്റെ ഭാര്യയെ കുനിച്ചുയർത്തി ഇടിച്ചിട്ട് ഭർത്താവിനെയും ഭാര്യയും കൂടെ ഒന്നിപ്പിക്കുന്ന കണക്ക് ചില ചർച്ചകൾ കുടുംബത്തിൽ നടക്കും. അതുപോലെ ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചത്. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020 ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതാണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുമോ? അതും കൊല്ലം ജില്ല പോലെ സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020 എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിൻ്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് 2020 ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയോ? ഇല്ല. രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ല. തീർച്ചയായിട്ടും സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് 2020 മാറിയോ? അല്ല, അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും? അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. അല്ല, BJP A ക്ലാസ് മണ്ഡലമായിട്ട് കരുതിയത് തൃപ്പൂണിത്തറയായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യം അഖിൽ മത്സരിക്കുമെന്ന് കരുതിയത്. അവിടെ പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിക്ക് ഇപ്പോൾ അഖിലിനും കുറവില്ലല്ലോ. അല്ല, അതിൻ്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ എന്ന സംശയം എനിക്കുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് BJP-ക്ക് 30-35,000 വോട്ടിൻ്റെ ബേസുള്ള മണ്ഡലമാണ്. BJP-ക്ക് സംഘടനയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്. തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു കൗൺസിലറില്ലെന്നേ, ഒരു കൗൺസിലറില്ല. ഇനി കൗൺസിലറിലെന്നത് പോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു NDA സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലാതെ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ തൃക്കാക്കരയിൽ. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ല. ഹോട്ടലുകളിലാണ് പല ആൾക്കാരെയും വന്ന് കാണുന്നത്. എനിക്ക് ഏതാണ്ട് 10-2000 ഫ്ലെക്സ് അടിച്ചെന്ന് തോന്നുന്നു. പലതും കയറിയിട്ട് പോലുമില്ല. ആദ്യം അടിച്ചത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഇതില്ലാത്ത ഫ്ലെക്സുകളാണ്. അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ കോർപ്പറേഷൻ സമ്മതിച്ചില്ല. പലതും വെച്ചില്ല. ഞാൻ ഏതാണ്ട് 12,000-ലധികം കുട്ടികൾക്ക് ഡയറക്റ്റ് കത്തെഴുതി. ഇതൊന്നും കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ പാവങ്ങളെല്ലാം കൂടെ കുറേ സ്ത്രീകളെല്ലാം കൂടെ, എൻ്റെ വൈഫും കുട്ടികളും അവരുടെ 2020 കുറച്ച് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഈ കത്തെല്ലാം പ്രിപ്പയർ ചെയ്തു.
12,000 കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്തു. സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. ഞാനിത് സ്പീഡ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും കത്ത് കിട്ടി. ഈ കെട്ടിവെക്കാനുള്ള കാശ് ഇവർ തന്നിരുന്നു എങ്ങനെ? തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ചെലവഴിച്ച പൈസ പിന്നീട് ഇവർ തന്നു. തെരഞ്ഞെടുപ്പിൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പ്രകാരം ലക്ഷക്കണക്കിന് രൂപ കിട്ടി, കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആദ്യം ഇവർ 5 പൈസ പോലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാതെ നിന്നപ്പോൾ ഞാൻ ബൈക്ക് വിറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ കണക്കെഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തരണം. ആ എഴുതി കൊടുത്ത കണക്കിനുള്ള പൈസകൾ കിട്ടി. അതായത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ടന്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഫ്ലെക്സും പോസ്റ്ററും അടിച്ചു. പലതും ഒട്ടിച്ചില്ലെങ്കിലും വെച്ചില്ലെങ്കിലും ഇത് അടിച്ചു. കാര്യം വെക്കാൻ ആളില്ല. BJPയുടെ കുറേ ആൾക്കാർ, കുറച്ച് പേർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ 2020 ഞാനിതെല്ലാം പറയുമ്പോഴും 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കൂടെ ആളില്ല. ഇന്നലകളിൽ ഞാൻ പല സ്ഥലത്ത് പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ നോട്ട് വന്നേനാണ്. അപ്പൊ ഈ ഇനി അഖില് എന്താണ് അഖിലിന്റെ next? 2020 സ്ഥാനാർത്ഥിയായപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യയുടെ ഭാഗമാകണമെന്നതിൽ എന്തിനാണ് 2020 BJPയിൽ ചേർന്നാൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനിപ്പോൾ ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് BJPയുടെ വികസന കാഴ്ചപ്പാടുകളോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു BJP നേതാവിൻ്റെയും വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഉത്തരവാണത്. എനിക്ക് BJP പോകുന്നതിന് മറ്റൊരു തടസ്സവുമില്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുമ്പോൾ ഞാൻ പിന്നീട് ഇന്ന് വരെയും BJPയിലേക്ക് പോകാത്തത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനോടും അന്നും ഇന്നും യോജിപ്പാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആശയം ഹിന്ദുത്വ ദേശീയബോധമായതുകൊണ്ടും അവരുടെ ചില നേതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന ചില വിഭാഗീയതകളും എനിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഒരു മതേതര മൂല്യത്തോടു കൂടിയിട്ട് നിൽക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലും കൊട്ടാരക്കരയിൽ ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാണിച്ചു കൊടുക്കണം. ആരോടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനോട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ യഥാർത്ഥ തീരുമാനമെടുത്തത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സ്വതന്ത്രമായി സംസാരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പിന്തുണ ഒരിക്കലും ഒരു മുന്നണിയുടെ ഭാഗമായി സംസാരിച്ചാൽ ഇനി ലഭിക്കില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം? എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അദ്ദേഹം പോട്ടെ. ഞാൻ അദ്ദേഹവുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ആവശ്യമില്ല. എൻ്റെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണമാറെ ഞാനിത് മാർച്ച് 15-ാം തീയതി എൻ്റെ ഫോണും കിടത്തെ ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇത് ഇന്ന് പറയുന്നതല്ല. എന്തൊക്കെയുണ്ട് വയറൊക്കെ വയർമാനോ? മാർച്ച് 15-ാം തീയതി ഞാൻ അയച്ച മെസ്സേജാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം നമുക്കിരിക്കാം. ഞാൻ 2020 പാർട്ടിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം സാറിന് എന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തുകൊണ്ടാണ് ഒരു മാസത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നതെന്ന സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞ ശേഷം ഞാനായി മുന്നോട്ട് പോകും. ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റ് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് മാർച്ച് 15-ാം തീയതി ഞാൻ പുള്ളിക്ക് അയച്ച മെസ്സേജാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഞാൻ ഇദ്ദേഹത്തിന്, അതായത് ഈ കൺഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ അന്ന് ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജ്, ഹിയർ ഐ ആം കൺഫേമിംഗ് ടു ജോയിൻ 2020 ആസ് പെർ അവർ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. പ്ലീസ് കൺഫേം ദ കൊട്ടാരക്കര അസംബ്ലി ആൻഡ് അറേഞ്ച് എ ഗ്രേറ്റ് എൻട്രി. ഇത് ഫെബ്രുവരി 11-ാം തീയതി അയക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കൊട്ടാരക്കര സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. പക്ഷേ എൻ്റെ ഇനി രാജീവ് ചന്ദ്രശേഖരനും ഞാൻ ഇതേ മെസ്സേജ്, അതായത് മാർച്ച് 11-ാം തീയതി ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അയക്കുന്ന മെസ്സേജാണ്. സാർ, ഐ ആം കറൻ്റ്ലി ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ ഫീൽ ഐ ഹാവ് ബീൻ കോട്ട് ഇൻ എ ബിഗ് ബിട്രയൽ. Even though there was a possibility for me to get a seat in Congress, the reason I decided to join 2020 was the assurance given by Sabu Jacob that Kottarakara seat would be given to me. He had clearly told me that Rajiv Etan and had agreed to give the Kottarakara seat to 2020. Now seeing what happened, I do not know whether Sabu Jacob cheated me or whether BJP cheated Sabu Jacob. All I know is that my life has been pushed into a very difficult situation. My career, my income, my credibility, my word, and even my family have all been affected because of this. I can explain everything in detail when we will meet in person. I just wanted to inform you about these matters എന്ന് മാർച്ച് 11-ാം തീയതി അയച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ വിഷയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു. സാർ, ദിസ് ഈസ് അഖിൽ മാരാർ. ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാബു ജേക്കബിൻ്റെ 2020 വൈസ് പ്രസിഡന്റിനോടും ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാരണം അതായത് കുറേ നാളുകൾക്ക് ശേഷം ഇവർ നമ്മളെ വിളിച്ചു. ഏതാണ്ട് ഒരു 10-30 ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, ഏകദേശം ഒരു മാസം മുന്നേ എന്നെ ഒന്ന് വിളിച്ചു. എന്നെ ഒന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം.
എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വിളിച്ചിട്ട് എന്താണ് വിളിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. അതെ, സാബു ജേക്കബ് അല്ല വിളിച്ചത്. ഞാൻ സാബു ജേക്കബിനോട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വേണ്ട എന്ന് വെച്ച ഒരാളല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളത് കാരണം എനിക്ക് നമ്മളെ ജീവിതത്തിൽ എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്നെ ചതിക്കപ്പെട്ട ഈ ഒരു തീരുമാനം ഒഴിച്ചാൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഞാൻ സാബു ജേക്കബിന് അയച്ച മെസ്സേജ്, കട്ടയ്ക്ക് കൂടെ നിൽക്കാം, 2020 ജില്ലാ പ്രസിഡൻ്റായിട്ട് കൊല്ലം തന്നെ വയ്ക്കൂ. കാര്യം പുള്ളി വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല. പുള്ളി ഇനി വിചാരിച്ചു ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കൊണ്ട് ഞാൻ ഒക്കെ ആ മനുഷ്യൻ വിഷമിച്ചിരിക്കുകയല്ലേ, കൂടെ നിൽക്കാമെന്ന് ധൈര്യം കൊടുക്കാം, അതിനുശേഷം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാം. അതിനുശേഷം ഞാൻ പറയുന്നു അതായത് ഇവിടെ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പുള്ളി ഒരു മറുപടി ഇടുന്നില്ല. അതുകൊണ്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ് സാർ, ഒപ്പം ഉണ്ടാവണം. എന്നിട്ട് ഞാൻ ആശയങ്ങൾ പറയുകയാണ്. നമ്മുടെ ടോട്ടൽ പ്രതിച്ഛായ മാറണം, ജനകീയ വിഷയങ്ങൾ നമ്മുടെ ഇടപെടണം, നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ ടീമിനെ ഉണ്ടാക്കണം, സ്ട്രോങ് ആയിട്ടൊരു PR വർക്ക് ചെയ്യണം, നമുക്കൊരു മീഡിയ ഉണ്ടാവണം. അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ, അതായത് സത്യത്തിനും നീതിക്കും ജനപക്ഷത്തും നിൽക്കുന്ന ഒരു സാബു ജേക്കബും 2020 പാർട്ടിയായിട്ട് നമുക്ക് വളരണം, എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്നു. ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും സാർ, പാർട്ടി ഘടകം വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യണം. വിജയുടെ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ട്. അപ്പം പുതിയ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ പേർ അങ്ങോട്ട് പോകും. ആ നിഷ്പക്ഷരെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റണം. ഒരു മറുപടിയില്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയും ഒരു മറുപടി ഇല്ലാതെ വരികയും ഇപ്പുറത്ത് ധാരാളം പഴി കേൾക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിപ്പോൾ അതാ പറഞ്ഞു, ഇന്നിപ്പോൾ ഇവിടെ വീട് വെച്ച് കൊടുക്കുക സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു അതായത് ഒരു ഫെബ്രുവരി 11 മുതൽ ഈ നിമിഷം വരെ കേൾക്കേണ്ടി വന്ന പഴിയും ബാധ്യതയും ഞാൻ പതുക്കെ എടുത്ത് താഴെ വയ്ക്കുകയാണ്. അതിനു മുമ്പ് ഫെബ്രുവരി 11 മുന്നേ ഒരു അഖിൽ ഇവിടെ ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ ഇടപെട്ട അഖിലുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മറ്റേ സെലിബ്രിറ്റി പ്രൊഫൈൽ ഒന്നും വേണ്ട, ആദ്യത്തെ പൗരനായിരിക്കും. 152 BNS പ്രകാരം എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിണറായി വിജയനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിൽ നമുക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും തന്നെ ഞാൻ ഒരു നേട്ടം വെച്ചിട്ട് പോയ ഒരാളല്ല. നേട്ടങ്ങൾ വെച്ചിട്ട് പോകുന്നവർ മിണ്ടാറില്ല, അവർ നിശബ്ദരായിരിക്കും. രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എൻ്റെ സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ഗുണം. ഇപ്പം ഞാൻ പറയും, ഇവിടെ വീട് വെച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും പലരും പറയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്ന്. എനിക്കൊരു രാഷ്ട്രീയ നേട്ടം വേണ്ട. ഈ പാവങ്ങളോട് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാണ്, ഇത് ചെയ്തു തരാമെന്നുള്ള കാര്യം. അത് ചെയ്തു കൊടുക്കുന്നു. എനിക്ക് എഴുതാൻ അറിയാം, എനിക്ക് തിരക്കഥ എഴുതാൻ അറിയാം, എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ അറിയാം, എനിക്ക് പല ഷോകളും കൈകാര്യം ചെയ്യുന്ന ശേഷിയുണ്ട്. ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിറങ്ങിയ ഒരുവനെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് ക്യാൻസർ ആണെന്നു, അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കണം. അച്ഛൻ, അമ്മ, അമ്മൂമ്മ ഉൾപ്പെടെവരുടെ കാര്യം ഞാൻ നോക്കണം. ഭാര്യ, 2 പെൺമക്കൾ, ഇവരുടെ കാര്യം ഞാൻ നോക്കണം. അങ്ങനെയൊക്കെ എനിക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരു പരിധി വിട്ടിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. മഹാത്മാഗാന്ധി BJP നേതൃത്വത്തോട് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് ഡയറക്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു. അല്ലല്ല, ഞാൻ ഈ വിഷയങ്ങളും ഞങ്ങൾക്ക് ആർക്കും പൈസ കിട്ടിയിട്ടൊന്നുമില്ല. ഇതിന്റെ പഴി ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യമില്ല. സ്വതന്ത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശരിയെന്ന് തോന്നുന്ന വിഷയം പലപ്പോഴും പല ആൾക്കാരും തമാശ രൂപേണ പറയാറുണ്ട്. നിലപാട് എന്നെ സംബന്ധിച്ച് നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ശരിയാണ്. അത് ബിഗ് TV പറഞ്ഞത് ശരി, ബിഗ് TVക്കൊപ്പം, റിപ്പോർട്ടർ പറഞ്ഞാൽ റിപ്പോർട്ടറിനൊപ്പം, തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അത് മറ്റു പലർക്കും അതങ്ങനെ ആയിരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ വിമർശിക്കാം. എനിക്കൊരു വിഷയത്തിൽ എൻ്റെ ശരിയാണ് എൻ്റെ നിലപാടെന്ന് പറയുന്നത്. ആ ശരികളുമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥി സമരത്തെ ആദ്യ ദിവസം തന്നെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദി എടുത്ത തീരുമാനത്തെയും പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. കാരണം ജനാധിപത്യ ബോധമാണ്. അല്ലാതെ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതൊക്കെ ചെയ്തില്ല. ആരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കില്ല, ശബ്ദങ്ങളെ കേട്ടു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിദ്യാർത്ഥി സമരത്തെ ന്യായീകരിക്കുന്നു. തുടർന്ന് മുന്നോട്ട് പോകും. ഒരുപാട് സന്തോഷം. അപ്പോൾ മാന്യമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഒപ്പം. താങ്ക് യു.